ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് രാജസ്ഥാനിലെ ജയ്സാൽമേർ നഗരത്തിലെ ജയ്സാൽമേർ കോട്ട. ഈ കോട്ട AD 1156 ഇവിടുത്തെ ഭരണാധികാരി റാവൽ ജയ്സാൽ പണി കഴിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ജയ്സാൽമേർ കോട്ട എന്ന് അറിയപ്പെടുന്നു. ഇത് രാജസ്ഥാനിലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ടയാണിത്. ഞങ്ങൾ ഇവിടെ ഈ സൈഡിൽ, കോട്ടയുടെ സൈഡിൽ പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഓട്ടോക്കാരനെ, ഞങ്ങളുടെ അടുത്തേക്ക് ഓട്ടോക്കാരൻ വന്നു. ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇതിനകത്തേക്ക്, ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു സൈഡിൽ കൊണ്ടുവന്ന് എത്തിക്കാമെന്നും അവിടെ നിന്ന് നിങ്ങൾ കഴിയുമ്പോൾ തിരിച്ച് ഞങ്ങളെ വിളിച്ചാൽ തിരിച്ച് പുറത്തു കൊണ്ടുവന്നാക്കാമെന്നും പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി ദൂരമുണ്ട്. ഞങ്ങൾ ആ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ കൂടി ഓട്ടോയിലുള്ള യാത്രയിലാണ് കോട്ടയിലേക്ക്. ഇത് ഞങ്ങൾ വന്നത് ഒരു 5 മണിയോട് അടുത്ത സമയമായി, ഈവനിങ്. അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും ടിക്കറ്റ് ക്ലോസ് ചെയ്യാം. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോൾ നേരത്തെ ഇരുട്ടാവുന്നത് കൊണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് ഈ റിക്ഷവാലയെ എടുത്തത്. അത് അല്ലെങ്കിൽ നമുക്ക് ഈ കോട്ടയുടെ ഉള്ളെല്ലാം നടന്ന് കാണുന്നതാണ്. ഇവിടെ നിന്ന് ഇതാണ് കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം. ഇവിടെ ഇതുപോലുള്ള ഗൈഡുകളെല്ലാം തന്നെ നമ്മളെ കാണുമ്പോൾ, ടൂറിസ്റ്റുകളെ കാണുമ്പോൾ നമ്മളെ സമീപിക്കും. അവർ ഇതിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മളെ പരിചയപ്പെടുത്തും. അതുകൊണ്ട് ഗൈഡുള്ളത് നല്ലതാണ്. ഇന്ന് സന്ദർശിക്കാൻ വേണ്ടി, കോട്ട സന്ദർശിക്കാൻ വേണ്ടി ഒത്തിരി വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുപോലെ തദ്ദേശീയരും വിദേശീയരുമായ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നതാണ്. ഒരു വർഷം ഏകദേശം 6 ലക്ഷത്തിൽ പരം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ പോകുന്നത് വരെ ഞങ്ങളുടെ ഓട്ടോ വെളിയിൽ പാർക്ക് ചെയ്യിപ്പിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ ക്യാമറയും എടുത്ത് ഇതെല്ലാം, ഇതിൻ്റെ അകത്തുള്ള ബിസിനസ്സുകളെല്ലാം ഒന്ന് നോക്കിക്കണ്ട്, ഇവിടെ തദ്ദേശീയതയായിരിക്കണം, വാഹനങ്ങളെല്ലാം ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒത്തിരി സുവനീർ ഷോപ്പുകളും ഡ്രസ്സിൻ്റെ ഷോപ്പുകളും രാജസ്ഥാനി വിഭവങ്ങളും അതുപോലെ തന്നെ അവരുടേതായ ശൈലിയിലുള്ള ഡ്രസ്സും അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളും. അതായത് ഇതൊരു സെൽഫി പോയിൻ്റാണ്. അദ്ദേഹം ഈ ക്യാമറയൊക്കെ ഇവിടെ വെച്ച് നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. അങ്ങനെ ഇതെല്ലാം കണ്ടിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. ഞാൻ വീണ്ടും അതിൽ കയറി ഓട്ടോറിക്ഷയിൽ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ്. ഈ മഞ്ഞക്കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട വളരെയധികം പ്രശസ്തമായ ഒത്തിരി പടയോട്ടങ്ങൾക്കും അതുപോലെ തന്നെ യുദ്ധങ്ങൾക്കും രാജഭരണത്തിനുമൊക്കെ അനുഭവ സമ്പത്തുള്ള ഒരു കോട്ടയാണിത്. വീണ്ടും ഈ ഓട്ടോയിൽ വീണ്ടും അകത്തേക്കുള്ള പ്രവേശനത്തിലാണ്. വഴി നീളെ ഇതുപോലെ തന്നെ ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനകത്ത്, കോട്ടയ്ക്കകത്ത് പണ്ട് രാജഭരണകാലത്ത് തന്നെ ധാരാളം പേരെ കോട്ടയ്ക്കകത്തായിരുന്നു വസിപ്പിച്ചിരുന്നത്. ഇപ്പോഴും കോട്ടയ്ക്കകത്ത് 4000-ഓളം പേർ ഇവിടെ വസിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഇതെല്ലാം അവിടുത്തെ താമസക്കാരുടേതായ ബിസിനസ്സാണ്. ഇതെല്ലാം ധാരാളം ഇവിടെ ചിലവാകുന്നുമുണ്ട്. നമ്മൾ കാണാത്തതായ പല വിധത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, കരകൗശല വസ്തുക്കളുണ്ട്. എല്ലാം തന്നെ നല്ല വിലപിടിപ്പുള്ളതുമുണ്ട്. നമുക്ക് ബാർഗിൻ ചെയ്ത് മേടിക്കാം. പിച്ചളയിലുള്ളതുണ്ട്, ചെമ്പിലുള്ളതുണ്ട്, അതുപോലെ തന്നെ രാജസ്ഥാനിയുടെ തനതായ കരകൗശല വസ്തുക്കളുണ്ട്, ഡ്രസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ട് ഇവിടെയാണ് ഞങ്ങളെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അയാളെ ഫോണിൽ വിളിച്ചാൽ വീണ്ടും ഞങ്ങളെ പിക്ക് ചെയ്ത് പുറത്തെത്തിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 200 രൂപയേ ഉള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല. ഇതാണ് കോട്ടയ്ക്കകത്തെ അന്നത്തെ രാജാവിൻ്റെ കൊട്ടാരം. ഈ കൊട്ടാരത്തിന് മഹാരാജ മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒത്തിരി കൊത്തുപണികളോടുകൂടിയുള്ള ഈ മഞ്ഞ കല്ലുകൊണ്ടുണ്ടാക്കിയ ഈ കൊട്ടാരവും വളരെയധികം ഭംഗിയുള്ളതാണ്. ഇവിടെയും ഇതിന് പരിസര പ്രദേശത്തും എല്ലാം തന്നെ നിറച്ച് ബിസിനസ് സ്ഥാപനങ്ങളാണ്. ഇവിടെ
ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള ഓട്ടോക്കാരൻ അടുത്ത ടൂറിസ്റ്റിനെയും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ടൂറിസ്റ്റുകളെ പുറത്തു കൊണ്ടുവന്നാക്കുന്നു, അവിടെ നിന്ന് ഇങ്ങനെ അകത്തൊക്കെ ആക്കുന്നു. അങ്ങനെ ഒത്തിരി സഞ്ചാരം നടക്കുന്നുണ്ട്. നമുക്ക് 2 വീലർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വരെ 2 വീലറോടുകൂടിയും ഇതിനകത്ത് വരെ വരാം. അത് തദ്ദേശീയരും ഇവിടെ വാഹനങ്ങളെല്ലാം സൈഡിൽ, കാറുകളും അവരുടേതായ വാഹനങ്ങളെല്ലാം സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഈ കോട്ടയ്ക്കകത്ത് 4000 പേർ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അനുമാനിക്കാം വളരെയധികം തിരക്കുള്ള ഒരു കോട്ടയും കോട്ടക്കൊത്തളങ്ങളും ഇതിലുള്ള പല വീടുകളിലും ഇവിടുത്തെ ജനങ്ങൾ വസിക്കുന്നുണ്ട്. കുറച്ച് ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട്. അവരുടെ അടുത്ത് ഒരു ഗൈഡുണ്ട്. ആ ഗൈഡ് ഇതിനെല്ലാം വർണ്ണിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കെല്ലാം സ്റ്റെപ്പ് ഇദ്ദേഹം കയറുന്നത് പോലെ തന്നെ ഞാനും കയറി ഇവിടെ നിന്ന് നോക്കിയാൽ ഈ കോട്ടയുടെ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ കാണാമെന്നുള്ളത് കൊണ്ട് ഒന്ന് അവിടെ നിന്ന് കയറി നോക്കുന്നതാണ്. ഇവിടെയെല്ലാം തന്നെ ഇതൊരു ചരൽക്കല്ല് പോലെ ഇരിക്കുന്നുണ്ട്, ഒരു മണൽക്കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. ഈ കല്ല് ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലാണ് ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. നല്ല മനോഹരമാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിലെയെല്ലാം തന്നെ ചുറ്റിക്കറങ്ങി ഗൈഡിൻ്റെ ഉപദേശങ്ങളും ഗൈഡ് പറയുന്ന സ്ഥലങ്ങളുമെല്ലാം തന്നെ കണ്ട് നടക്കാവുന്ന അത്ര ഒരു ഏരിയ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെല്ലാം തന്നെ പലതിലും ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇതെല്ലാം താമസമുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കഫേ ഷോപ്പുകളാക്കിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ വളരെ ഇന്ത്യൻ വിഭവങ്ങളും വിദേശ വിഭവങ്ങളും ഇറ്റാലിയനും ഫ്രഞ്ചും ഒക്കെയുള്ള വിദേശ വിഭവങ്ങളെല്ലാം കിട്ടുന്ന ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നു, കഫേ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നു, കഫ്റ്റീരിയകൾ പ്രവർത്തിക്കുന്നു, എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ കോട്ടയ്ക്കകത്തേക്ക് ഒന്ന് കടക്കാൻ, ഈ കൊട്ടാരത്തിനകത്തേക്ക് ഒന്ന് കടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കൊട്ടാരത്തിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കി. അവിടെ പ്രവേശന ഫീസുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഇത് ഈ ഈ കൊട്ടാരത്തിനുള്ളിൽ ഒരു മ്യൂസിയമാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം തന്നെ കണ്ടു പുറത്തിറങ്ങിയാൽ ഇരുട്ടാവും. അപ്പോൾ നമുക്ക് മറ്റുള്ള സൈഡ് കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കാണാതെ വീണ്ടും ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് വീണ്ടും പുറത്തിറങ്ങി കോട്ടയ്ക്ക് ചുറ്റും ഒന്ന് കാണാനുള്ള ഇതിൽ ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇവിടെ ജയ്സാൽമേറിൽ വന്നാൽ ഉറപ്പായും സഞ്ചാരികൾ ഈ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗൈഡിനെ ബാർഗെയിൻ ചെയ്ത്, ഒരു ഗൈഡ് അത്യാവശ്യമാണ്. അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് നമുക്ക് ഗൈഡിങ് നൽകുന്നത്. അത് നമുക്ക് വശമാണെങ്കിൽ ഉറപ്പായും നമ്മളൊരു ഗൈഡിനെ എടുക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ കൊട്ടാരത്തിന് അകത്തുനിന്ന് പുറത്തിറങ്ങി ഈ തെരുവിലൂടെയെല്ലാം ഒന്ന് അലയണം എന്നുള്ള തീരുമാനത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കോട്ടയും അതുപോലെ തന്നെ ഈ കൊട്ടാരവും എല്ലാം തന്നെ നമ്മുടെ വിഖ്യാത ചലച്ചിത്രകാരൻ സത്യജിത്ത് റേ ഇവിടെ ഒരു ബംഗാളി സിനിമ ചിത്രീകരിച്ചിരിക്കുന്നു. അതിൻ്റെ പേരാണ് സോനാർ കില എന്നാണ്. ഈ സോനാർ കില എന്നാൽ ബംഗാളിയിൽ സ്വർണ്ണക്കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ചിത്രത്തിന് ശേഷം ഈ കോട്ടയെ സുവർണക്കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് ഇവിടുത്തെ തദ്ദേശീയമായ കല്ലിൽ കൊത്തിയെടുത്ത അല്ലെങ്കിൽ കല്ലിൽ മെഷീനറി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഓരോ പാത്രങ്ങളും വിഭവങ്ങളുമാണ്. ഇത് എല്ലാം തന്നെ കല്ലിലുണ്ടാക്കിയതാണ്. ഇങ്ങനെയുള്ള ഒത്തിരി ഷോപ്പുകൾ ഇവിടെ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല കളർഫുള്ളായി ഒരു ചെറിയ നിലത്തെല്ലാം തന്നെ നല്ല അന്ന് കാലത്ത് രാജാവിൻ്റെ ഭരണകാലത്ത് കല്ല് പാകിയ ഈ റോഡിലൂടെ ചെറിയ നടപ്പാതയിലൂടെയാണ് ഇതിന് ഇരുവശവുമാണ് ഇത് മുഴുവൻ ഇങ്ങനെയുള്ള ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത്. നല്ല ഒത്തിരി പാവകളും കളർഫുള്ളായ വിളക്കുകളും അതുപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന മുഖംമൂടികളും മാസ്കുകളും എല്ലാം തന്നെയുള്ള ഷോപ്പുകൾ ധാരാളം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഒരു 7ഓളം ക്ഷേത്രങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നു. ജൈന ക്ഷേത്രമെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അത് നിർബന്ധമായും നമ്മൾ കാണേണ്ടതായ ക്ഷേത്രങ്ങളാണ്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ജയ്സാൽമേർ നഗരത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു കുന്നിൻ മുകളിലായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ട വിശാലമായ
ഈ പ്രദേശത്തിനൊപ്പം തന്നെ വലിയ ഗോപുരങ്ങളും മറ്റും ധാരാളം ഈ കോട്ടയ്ക്ക് മുകളിലായി നമുക്ക് കാണാം. അപ്പോൾ അകലെ നിന്ന് വരെ ഈ കോട്ടയുടെ ഈ ഗോപുരങ്ങളെല്ലാം ദൃശ്യമാവും. ഇത് ഇതുപോലെയുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് അകത്തേക്കൊന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടം വരെയൊക്കെയാണ് ഇതിൽ ക്യാമറ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ മാത്രം ഒന്ന് നോക്കി ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഇതാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ. ഇവിടെ ധാരാളം ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, വനിതകൾക്ക് പറ്റിയതാണ് കൂടുതലുള്ളത്. ഇതെല്ലാം തന്നെ ഇവിടുത്തെ വീട്ടുകാർ നടത്തുന്ന ഒരു ബിസിനസ്സാണ്. എന്തുകൊണ്ടും ആ വീട്ടുകാർക്ക് ഉപജീവന മാർഗം അവരുടെ വീടിൻ്റെ മുമ്പിലിരുന്ന് തന്നെ അവർക്ക് നടത്താമെന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ഇതെല്ലാം അകത്ത് ഇതിൻ്റെ ഈ പുറത്ത് ആരിനെയും കാണാനില്ല. പുറത്ത് ഇത് മുഴുവൻ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുമൊന്ന് തൊട്ട് നോക്കുമ്പോഴേക്കും ഈ വീടുകളുടെ അകത്തെ നിന്ന് വന്ന് ഇതിനുള്ള വില പറയും. വളരെയധികം നമുക്ക് വീടുകൾക്കൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന ഒത്തിരി വസ്തുക്കൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ വസ്തുക്കൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഒരു വീടാണ്. ഇതിനകത്തൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഒരു വീട്ടുകാർ നടത്തുന്ന ബിസിനസ് കൂടിയാണിത്. നിരവധി തവണ ആക്രമിക്കപ്പെടുകയും ഒത്തിരി പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കോട്ടയും കൂടിയാണ്. 1818 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മുഗൾ രാജാക്കന്മാരും തമ്മിലുള്ള കരാറിൽ ഈ കോട്ട മുഗൾ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായി. ഇതിലൂടെയാണ് നമ്മുടെ പരമ്പരാഗത സിൽക്ക് റൂട്ട് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ വിഭജനത്തിനും ശേഷം ആ പുരാതന പാതയായ സിൽക്ക് റൂട്ട് പൂർണ്ണമായും അടച്ചു. അങ്ങനെ ഈ ജയ്സാൽമീറിൻ്റെ വാണിജ്യപരമായ പ്രാധാന്യം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടം ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ ഓരോ കൊല്ലവും സന്ദർശിക്കുന്നത്. പണ്ടുകാലത്ത് മുഴുവൻ ജനങ്ങളും ഈ കോട്ടയ്ക്ക് അകത്തായിരുന്നു വസിച്ചിരുന്നെങ്കിലും ഇന്ന് 4000-ഓളം പേരാണ് ഇവിടെ വസിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയ്ക്കകത്ത് സന്ദർശകർക്ക് പ്രവേശിക്കാവുന്ന 4 കോട്ടവാതിലുകളുണ്ട്. ഇതിൽ ഈ കോട്ട ലോക പൈതൃക സൈറ്റ് ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നതാണ് ഈ കോട്ട. ഈ കോട്ടയിൽ ഇതുപോലെ തന്നെ നമ്മൾ കാണാത്ത വ്യത്യസ്തമായ ഒത്തിരി മുഖംമൂടികളെ ഇവിടെ കാണാം. ഒത്തിരി മാസ്കുകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, പല രൂപത്തിലും ഭാവത്തിലുമുള്ളത്. ഇതെല്ലാം കാണേണ്ടത് തന്നെയാണ്. ഇതെല്ലാം ഈ ഇടുങ്ങിയ വഴികളിലെല്ലാം തന്നെ ഓരോ സൈസ് ബിസിനസ്സുകളാണ്. കൂടുതലും ലേഡീസിന് പറ്റുന്നതായ ബിസിനസ് സാധനങ്ങളാണ് കൂടുതലും ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലായും ഈ ബിസിനസ് ചെയ്യുന്നവരെ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് മാത്രമുള്ള ബിസിനസ്സാണിത്. ഒരു വർഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 ലക്ഷത്തിലധികം തദ്ദേശീയരും വിദേശീയരുമായ ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ധാരാളം വാണിജ്യ പ്രവർത്തനങ്ങൾ ഇവിടെ കൂടി വരുന്നുണ്ട്. ഇത് ആൾക്കാരുടെ പ്രവേശനം മൂലവും വാണിജ്യപരമായ ബിസിനസ് കണ്ണോടുകൂടിയുള്ള പ്രവർത്തനം മൂലവും കോട്ടയ്ക്ക് വളരെയധികം ക്ഷയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് യുനെസ്കോയ്ക്കൊക്കെ വലിയ ഇതിന് ഫണ്ടിങ് കൊടുക്കുന്നവർക്കൊക്കെ വലിയ ഒരു തലവേദനയായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ ജയ്സാൽമീർ കോട്ടയ്ക്കുള്ളിലെ സ്ട്രീറ്റ് മാർക്കറ്റ് ഒരു അത്ഭുതം തന്നെയാണ്, കാണേണ്ടതാണ്. ഈ ജയ്സാൽമീർ കോട്ടയുടെ ഇടുങ്ങിയ ഇടവഴികളിലൂടെ മഞ്ഞക്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന സങ്കീർണമായ ഈ ഡിസൈനുകളെല്ലാം കണ്ട് ഈ ഇടുങ്ങിയ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതുപോലെ കോട്ടയ്ക്കുള്ളിലെ മാ ചാമുണ്ഡ ക്ഷേത്രം, അതും നമ്മൾ കാണേണ്ടതാണ്. അതേപോലെ ജയ്സാൽമീർ കോട്ടയുടെ ഒരു സായാഹ്ന കാഴ്ച, പുറത്തു നിന്നുള്ള സായാഹ്ന കാഴ്ച ഗംഭീരമാണ്. നല്ല പകൽ സമയത്ത് ഈ സിമന്റത്തിൻ്റെ നിറത്തിലും, ഇത് സായാഹ്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സുവർണ്ണ നിറത്തിലുമാണ് ഈ കോട്ട പുറത്തുനിന്ന് കാണുന്നത്. ഇവിടെ ധാരാളം പാവ വിൽക്കുന്ന കടകൾ, ധാരാളം വീട്ടുകാർ ഇത് വിൽക്കുന്നുണ്ട് നമുക്ക് കാണാം.
അതുപോലെ തന്നെ കോട്ടയിലെ കൊട്ടാരവും വളരെയധികം പ്രശസ്തമാണ്. ഈ കാഴ്ചകളെല്ലാം തന്നെ കണ്ട് ഇതിലൂടെ നടക്കുന്നതും ഒരു രസകരമാണ്. എന്തായാലും കണ്ടാലും മടുക്കാത്തത്ര വിഭവങ്ങൾ, കുറേ റിപ്പീറ്റേഷനുള്ള വിഭവങ്ങളുണ്ട്. ഇതിനകത്തും ധാരാളം ഗസ്റ്റ് ഹൗസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഫ്റ്റീരിയകൾ എല്ലാം തന്നെയുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് നമ്മൾ കാണാതെയും കേൾക്കാതെയും ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉറപ്പായും ഒരു ഗൈഡ് നമുക്ക് ആവശ്യമാണ്. പല സംഭവങ്ങൾ ഇതിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കണ്ട് ഈ വഴിയിലൂടെ രാത്രിയായി തുടങ്ങി, ലൈറ്റെല്ലാം പ്രകാശിപ്പിച്ച് തുടങ്ങി. ഈ വഴിയിലൂടെ നടന്ന് ഞങ്ങൾ കോട്ടയുടെ ഏറ്റവും മുകളിൽ കയറി. അവിടെ ഒരു പീരങ്കി വെച്ചിട്ടുണ്ട് ഈ കോട്ടയിലൂടെ. ആ പീരങ്കിയിലെ ഇവിടെ നിന്നാൽ ജയ്സാൽമീർ നഗരത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ ഇതിലൂടെ നടക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾ അതെല്ലാം നോക്കി നിൽക്കുന്നു. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇതിലെ നടന്ന് ഇവിടുത്തെ മുകളിൽ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ ഇരുന്ന് കോഫിയും കഴിച്ച് ഈ നഗരക്കാഴ്ചകളും ഇതിലെ കാര്യങ്ങളുമെല്ലാം ആലോചിച്ച് ഇന്ന് ഇവിടെ താഴത്തെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കണം. അപ്പോൾ അതെല്ലാം ആലോചിച്ച് ഞങ്ങൾ ഇതിലൂടെ നടക്കുകയാണ്. അങ്ങനെ ഈ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഞങ്ങൾ ഈ പാലസിൻ്റെ ഉള്ളിലുള്ള, ഈ കോട്ടയ്ക്കകത്തുള്ള ബിസിനസ് കേന്ദ്രമല്ലാത്ത അവിടുത്തെ മനുഷ്യ ജീവിതങ്ങൾ മാത്രമുള്ള, വീട്ടുകാർ മാത്രമുള്ള ഒരു ചേച്ചിയൊക്കെ ഇരുന്ന് വാഷ് ചെയ്യുന്നുണ്ട് നിലത്തിരുന്ന്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ കൂടെ മാത്രം നടന്നു. ഇതൊരു ഗൈഡ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായും ഇതെല്ലാം പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്ന് ഇതിലെല്ലാം നടക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബിസിനസ് കേന്ദ്രങ്ങളേ ഇല്ല, ഇതിനുള്ളിലെല്ലാം നടന്ന് ഒന്ന് കാണുകയാണ് വീട്ടുകാർ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ട് അത് ചിത്രീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടാക്കുമോ എന്ന്. പക്ഷേ ഇവർ പാവങ്ങളാണ് എന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളോട് വളരെ മാന്യമായ രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാവില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് അതിലെല്ലാം ഞങ്ങൾ ചിത്രീകരിച്ച് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനുള്ളിൽ പെട്ടുപോലെ ആയി. പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇത് ആ ചേച്ചിയുടെ പിന്നാലെ ഞങ്ങൾ നടന്ന് ഉൾഭാഗത്തേക്ക് എത്തി. ആകെ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരഞ്ഞെടുത്ത് ഈ ഇടവഴിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വീട്ടുകാർ കൂടുതലായും പണ്ട് തന്നെയുള്ള ബ്രാഹ്മണരും അതുപോലെ തന്നെ രജപുത്ര സമുദായത്തിൽപ്പെട്ടവരുമാണ് ഇവിടെ കൂടുതലും അധിവസിക്കുന്നത്. ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ പുറത്തു കിടക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഇതിൻ്റെ അകത്ത് കാലികളെ വളർത്തുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെയും കാലികളെ അഴിച്ചുവിടുന്നത് കാണാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട്, ഇത് പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു ഹൗസാണ്. അതിനുള്ളിലേക്ക് കടന്നപ്പോൾ അവിടെ ഒരാൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ആൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ വേസ്റ്റൊക്കെ കാര്യമാക്കുന്നുണ്ട് ഈ പശു. അപ്പോൾ ഈ പോക്കറ്റ് റൂട്ടിൽ കൂടെ ഞങ്ങൾ നടന്ന് പുറത്തേക്ക് എത്താനുള്ള വഴി തെറ്റി ഇതിലെ അലയുകയാണ്. അപ്പോൾ ബിസിനസ് കേന്ദ്രമുള്ള ഏരിയയിലേക്ക് എത്തിയ കാരണം പ്രശ്നമുണ്ടാവില്ല. ഞങ്ങൾ വീണ്ടും പുറത്ത് കിടക്കും എന്ന് വിചാരിക്കുന്നു. ഇതിനുള്ളിൽ ട്രാവൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫോറിൻ മണി എക്സ്ചേഞ്ചുകളുണ്ട്. ഇതിനുള്ളിൽ നമ്മൾ കാണാത്ത പല വിധത്തിലുള്ള സിഗരറ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, സുവനീർ ഷോപ്പുകളുണ്ട്. കൂടുതലും ബിസിനസ് കേന്ദ്രങ്ങൾ തന്നെ. ഇവരിവിടെ ഞങ്ങളോട് പരിചയപ്പെട്ട് എവിടെ നിന്നാണ് വന്നത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ കേരളത്തിൽ നിന്ന് വരുന്നതുണ്ട്. ഇവിടെ താഴത്ത് തന്നെ കേരളക്കാർ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് എന്നെല്ലാം അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഇവിടെയൊക്കെ വളരെ രസകരമായ രീതിയിൽ കൊത്തുപണികളോടുകൂടിയുള്ള വീടുകളിൽ താമസിക്കാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇവിടെ ഡയമണ്ട് വിൽക്കുന്ന ഷോപ്പുകൾ എല്ലാം തന്നെ ഒരു മാർക്കറ്റിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉള്ള ഒരു പ്രത്യേക ഒരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ കോട്ടയും പരിസരവും
सारी उड़ाना അങ്ങനെ ഞങ്ങൾ ഓട്ടോക്കാരനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ 2 മലയാളികളെ കണ്ടുമുട്ടി. അവർ ബൈക്കുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒന്ന് നിലമ്പൂരുള്ള മെഹമ്മൂദ്, മറ്റാൾ ഷമീർ പാലക്കാടുള്ളത്. ആ ചൊമ്പ ബനിയനിട്ടിട്ടുള്ള ആളാണ് മെഹമ്മൂദ് നിലമ്പൂരുള്ളത്, ഷമീർ പാലക്കാടും. അപ്പോൾ അവരെല്ലാം പരിചയപ്പെട്ട് ഞങ്ങളുടെ ഓട്ടോക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങളെ വരുന്ന വഴിയിൽ ആൾ ഞങ്ങളോട് ഒരു അപേക്ഷ, അതായത് ഈ കാണുന്ന ഷോപ്പിലൊന്ന് നിങ്ങൾ കയറണം. ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മേടിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഓട്ടോക്കാരന് ഇവിടെ കയറ്റിയാൽ ഞങ്ങൾക്ക് ആൾ വീതം 50 രൂപ അവരിൽ നിന്ന് കിട്ടും, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് ഉള്ളതിൻ്റെ ഒരു കമ്മീഷനും കിട്ടുമെന്ന് അയാൾ സത്യം പറഞ്ഞത് കാരണം ഞങ്ങൾ അയാൾക്ക് വേണ്ടി ഈ ഷോപ്പിൻ്റെ ഉള്ളിലൊന്ന് കയറി. എല്ലാം തന്നെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ലേഡീസ് മെറ്റീരിയൽസും കൂടുതൽ സാരികൾ, കാശ്മീരി സിൽക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങൾ, ഷൂകൾ, ഷോളുകൾ, കുർത്ത അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. ഇതിലെല്ലാം കറങ്ങി ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ കടന്നു വേണം പോകണമെന്ന് പറഞ്ഞു. കുറേ ദൂരമുണ്ട്. ഞങ്ങൾ ഈ വന്ന വഴി കൂടെ തന്നെ അവരോട് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഓട്ടോക്കാരന് വേണ്ടിയാണ് അത് ചെയ്തത്. ഇന്ന് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഈ കോട്ടയുടെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയുള്ള ഹോട്ടൽ സൺറൈസ് ഹോട്ടൽ. നല്ല ഹോട്ടലാണ്, നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. ഇവരെ രാത്രി കാലങ്ങളിൽ ഇവിടെ മുകളിലുള്ള ഈ അവരെ ഭക്ഷണമൊക്കെ തരുന്ന പ്രദേശത്ത് നിന്ന് നമുക്ക് മുകളിൽ നിന്ന് അവരെ ഓപ്പൺ ടെറസ് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ സിറ്റിയുടെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാം. അപ്പോൾ ഇന്ന് ഇവിടെയാണ് റെസ്റ്റ്. ഹോട്ടൽ സൺറൈസ് നല്ല ഹോട്ടലാണ്, ആർക്കും തിരഞ്ഞെടുക്കാവുന്ന നല്ല ഹോട്ടലാണ്.